കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ക്യാമറ ലെൻസിനെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്യാമറ ബാഗിനെ പറ്റിയാണ്. വെറും 25 ദർഹംസിൻ്റെ ബാഗ് മുതൽ 1200 ദർഹംസിൻ്റെ ബാഗ് വരെ നമുക്ക് സ്പാസിയോയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഷംസിൻ്റെ അടുത്ത് നമുക്ക് ഓരോന്നോരോന്ന് ചോദിക്കാം. ഷംസി, അപ്പോൾ പറഞ്ഞു മോനെ, എന്തൊക്കെയാണ് ഫുൾ സാധനം വെച്ചിട്ടുണ്ട്? നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഏതൊക്കെ ടൈപ്പ് ബാഗുകളാണ് ഉള്ളതെന്ന് പറഞ്ഞോ? ക്യാമറ, ലാപ്ടോപ്പ് ബാഗുകളാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്താൻ പോണേ. ക്യാമറ ആൻഡ് ലാപ്ടോപ്പ്, പിന്നെ ഫോട്ടോഗ്രാഫി എക്വിപ്മെന്റ്സ് വെക്കുന്ന ബാഗുകൾ, പിന്നെ ഡ്രോണിന്റെ ബാഗ്, ഓക്കെ, പിന്നെ ഇതുപോലത്തെ ബാഗുകളുണ്ട്, വാട്ടർ പ്രൂഫ്, പിന്നെ ഹാർഡ് കേസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ സാധനം തന്നെ ഒരു സംഖ്യക്ക് ഉണ്ടല്ലോ, അല്ല ഒരു അതുണ്ട്. അത് അതിന്റെ മുകളിലൂടെ ടയർ വണ്ടിന്റെ അടിയിൽ വെച്ചിട്ട് അതിന്റെ ടെസ്റ്റ് അടിച്ചിട്ട് ഭയങ്കരമായിട്ടുണ്ടല്ലോ. അതിന്റെ മുകളിൽ എന്ത് വന്ന് ഇതായാലും പ്രഷർ ആയാലും ക്യാമറ ഒന്നും ആവില്ല. ലെൻസ് എല്ലാം ഇട്ട് വെക്കാനുള്ള സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടായില്ല. ഓക്കെ, അപ്പൊ നമുക്ക് 25 ദർഹംസ് മുതൽ 1500 ദർഹംസിന്റെ ബാഗ് വരെ ഉണ്ട് സാധനം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാർട്ടിംഗ് സ്പെസിഫിക്കേഷൻ ഉണ്ടോ ആ ബാഗിന്? ഓക്കെ, അതൊക്കെ നമുക്ക് തുറന്ന് കാണിക്കാം കേട്ടോ. ബാഗൊക്കെ തുറന്ന് കാണിക്കാം. അപ്പൊ നമ്മൾ നമ്മൾ ഏതാ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളിപ്പോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ പീക്ക് ഡിസൈൻ തുടങ്ങാം. ഓക്കെ, പീക്ക് ഡിസൈനിന്റെ കുറെ കളക്ഷൻ ഉണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ പീക്ക് ഡിസൈനിന്റെ ഒരു ഹൈലൈറ്റ് കളർ ഉണ്ട്, അത് ഇല്ല, സ്റ്റോക്ക് തീർന്നിട്ടുള്ള. ഓക്കെ, ഇതിലെ പീക്ക് ഡിസൈനിൽ ഏറ്റവും വില കൂടിയ സാധനമാണ് ഈ ബ്ലാക്ക് സാധനം. ഇതിൽ കൂടുതലുണ്ട്. ഇതൊരു ബാക്ക് പാക്കിൽ ഏറ്റവും വില കൂടിയത് ഇപ്പൊ ഇതുള്ള 960 ദർഹംസ് വരും ഇതിന്. അതെ, ഇതൊന്ന് തുറന്ന് കാണിച്ചു കൊടുത്തേ. എന്താണ് ഇതിന്? സ്മൂത്ത് ആട്ടോ, അതിന്റെ മെറ്റീരിയലാണ് അതിന്റെ. ഈ ബാഗില്ലേ, നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. കസ്റ്റമർക്ക് വന്ന് കാണിച്ചു കൊടുക്കുമ്പോ ബാഗ് സംസാരിച്ചോളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. ബാഗ് തന്നെ ഞാൻ ആരാന്ന് പറഞ്ഞു കൊടുക്കും. ഈ പീക്ക് ഡിസൈൻ ഈ സാധനം ഉണ്ടാക്കുന്നുണ്ടല്ലോ, റീസൈക്കിൾ പ്ലാസ്റ്റിക് എന്നാണ് കേട്ടോ. പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അതിന്റെ മെറ്റീരിയൽ ആണ്. ലൈഫ് ടൈം വാറന്റി ആണ് കമ്പനി കൊടുക്കുന്നത്. നമ്മളിവിടെ 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുൾ ഗിയർ പ്രൊട്ടക്ഷൻ ആണ്, വെതർ പ്രൂഫ് ആണ്. പക്ഷേ ഇന്നേ വരെ എന്റെ അറിവിൽ ഇത് കുറെ കാലമായി കൊടുക്കാൻ തുടങ്ങി. ഈ ബാഗ് ഒരു കംപ്ലൈന്റ് പോലും ഇതുവരെ വന്നില്ല. പിന്നെ ഇത് എന്താ പറയുക, ഇതിങ്ങനെ ഷോൾഡറിൽ ഇട്ടിട്ട് ഈ സാധനം ഇട്ടിട്ട് നമ്മളെ ആ സൈഡ് വ്യൂ നോക്കിയേ, എമ്മാരി ലുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് ഇതിൽ 4 കളർ ഒരു പ്രശ്നമില്ലാതെ ഈസി ആയിട്ട് താങ്ങാൻ പറ്റിയ സാധനം. ഇതിൽ 4 കളർ വരുന്നുണ്ട്. ഒന്ന് ബ്ലാക്ക്, പിന്നെ ഒരു ഗ്രേ കളർ, പിന്നെ ഒരു ബ്ലൂ കളർ, പിന്നെ അത് കൂടാണ്ട് ഇതിന്റെ ഒരു വേറെ ഹൈലൈറ്റ് കളർ ഉണ്ട്. പക്ഷെ അതിന്റെ അടുത്ത് സ്റ്റോക്ക് തീർന്നിട്ടുള്ളത്. ഇത് മാഗ്നറ്റ് ആട്ടോ ഇവിടെ. പിന്നെ അത് കൂടാണ്ട് ഇതിന്റെ ഇതുണ്ട്, ക്യാമറ ഹോൾഡ് ചെയ്യുന്ന ഇവിടെ ഹോൾഡ് ചെയ്യാൻ സാധനം. പിന്നെ ഈസി ആക്സസിന് ഇവിടെ വേറൊരു സാധനം ഉണ്ട്. പിന്നെ ട്രൈപോഡ് വെക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. പിന്നെ ലാപ്ടോപ്പ് വെക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇത് ലാപ്ടോപ്പ് വെക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റ് ഇവിടെ മാഗ്നറ്റ് ഇതുണ്ടോ? എന്താ ഇതിന്റെ ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി ആൻഡ് ക്വാളിറ്റി. അവർ യൂസ് ചെയ്യുന്നത് പ്രീമിയം ക്ലാസ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ സാധനം കിട്ടും. ഈവൻ ഈ റണ്ണർ, ഇതിന്റെ ബട്ടൺസ്, എന്ത് സാധനം എടുത്താൽ ഈ ഒരു കവിത പോലെ ഇത് അത് സംസാരിക്കും. അതെ, ബാഗ് സംസാരിക്കും. അപ്പൊ ഇതില് ഈ പീക്ക് ഡിസൈനിലെ ബ്ലാക്കിന് പുറമെ പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഏതാണ്? ഇത് പിന്നെ ഇതിന്റെ അടുത്ത ഒരു മോഡലാണ് ഇത്. ഇതിന് എത്ര പ്രൈസ്? ഇതിന്റെയാ? ഓക്കെ, ഇതിൽ നമ്മൾ പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചല്ലേ? ഇത് ചിലപ്പം വേരി ആവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ കൂടുതൽ അങ്ങനെ വേരിയേഷൻ വരത്തില്ല. ബാഗിന്റെ പ്രൈസ് ക്യാമറ പോലെ അങ്ങനെ മാറില്ല. ഇതിന് പിന്നെ ഇതിന്റെ റേറ്റ് 850 ദിർഹംസ് വരും. 850 ദിർഹംസോ ഈ ഒരു സാധനത്തിനോ? അപ്പൊ നാട്ടിൽ ഏകദേശം 18,000 റുപ്യ അല്ലേ? ഇതിന് വില ഉണ്ട്. ഇതിന്റെ എല്ലാ മെറ്റീരിയൽ എല്ലാ ബാഗ്സിനും ഈ ഒരു ബ്രാൻഡിൽ പിന്നെ കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഒന്ന്, ഇതിന് സ്ലിം ആയിരിക്കും, സ്ലീക്ക് ആയിരിക്കും സാധനം. ഇട്ടിട്ട് നല്ല കുറച്ച് കംഫർട്ട് ആയിരിക്കും. ലെതർ, ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു ബാഗ് ആയിരിക്കും. സാധനം കൊള്ളാം, കണ്ട് നമുക്കൊരു ഇഷ്ടം തോന്നാം. നല്ലതാ. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ഒരാൾ ക്യാമറ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ആ ആൾക്കാർക്ക്, അതായത് ഒരു അത്യാവശ്യം ബഡ്ജറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഈ ബാഗാണ് സജസ്റ്റ് ചെയ്യുക അതോ വേറെ ബാഗാണ് സജസ്റ്റ് ചെയ്യുക? ബാഗിൽ നമ്മുടെ അടുത്ത് കുറേ ടൈപ്പ് ഉണ്ട് ബാഗ്. പിന്നെ ഇതിന് വേണ്ടുന്ന കസ്റ്റമർ തന്നെ ചോദിച്ചിട്ട് ഒരു പീക്ക് ഡിസൈനിന്റെ ബാഗ് ഉണ്ടോ? കാരണം ഇതിന്റെ ഡിസൈന് അതിനെ പറ്റി ഫുൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. യൂണിക്കാണ്, അതിന്റെ മെറ്റീരിയൽ യൂണിക്കാണ്. പിന്നെ കുറച്ചും കൂടി കംഫർട്ടാണ് ഈ ബാഗ്. പീക്ക് ഡിസൈനിന്റെ ബാഗ് വാട്ടർ പ്രൂഫാണ്, കാണുന്നുണ്ടോ? ഇതിലൊന്നും വെള്ളം അകത്തേക്ക് കടക്കൂല. റെസിസ്റ്റന്റ് ബാഗ് ആണ് ശരിക്കും. ലെതറും പിന്നെ മെറ്റീരിയൽ അല്ലേ, വെതർ പ്രൂഫ് ആണ്. പിന്നെ ഫുൾ ഗിയർ പ്രൊട്ടക്ഷൻ ആണ്. പിന്നെ നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ യൂസ് ആക്കാൻ പറ്റും, പിടിക്കാം. അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, അതിന്റെ ക്വാളിറ്റി റീസൈക്കിൾ പ്ലാസ്റ്റിക് ഒന്നല്ല, പ്ലാസ്റ്റിക് റീസൈക്കിൾ അങ്ങനെ ഒരു മെറ്റീരിയൽ ആണ് അത്. സാധാരണ എല്ലാ ബാഗും നൈലോൺ ടൈപ്പ് ബാഗ് വരും. ഇതിന്റെ മെറ്റീരിയൽ അതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന മാഗ്നറ്റും കാര്യങ്ങളും യൂസ് ആൻഡ് ഫ്രണ്ട്ലി, കുറച്ചും കൂടി കൺവീനിയന്റ് ആയിരിക്കും. ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ ബാഗിന്. അത് യൂസ് ചെയ്യുമ്പോൾ തിരിയും. ഇപ്പോൾ ഇതെല്ലാം ഇതിനെ പറ്റിയിട്ട് അറിയുന്ന ആൾക്കാരാണ് വന്നിട്ട് ചോദിച്ചിട്ട് മേടിക്കുന്നത്. നമ്മൾ അധികം കസ്റ്റമർക്ക്, ഒരു ഫ്രഷ് കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ
പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ അതിനെപ്പറ്റി അറിയുന്ന ആൾ വന്നിട്ട് ചോദിച്ച് വാങ്ങിക്കും. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള ബാഗും ഉണ്ട്. ഓക്കെ, വേറെ ഏതൊക്കെ ബാഗ്? നമ്മുടെ അടുത്തുള്ള ബ്രാൻഡിൽ മാൻഫ്രോട്ടോ ഉണ്ട്, വാൻഗാർഡ് ഉണ്ട്, പിന്നെ ലോപ്രോയിലുണ്ട്, പിന്നെ പ്രൊവിഷ്യൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, പിന്നെ വാൻഗാർഡിൽ ലോപ്രോ, വേറെ ബ്രാൻഡുള്ളത് നമ്മൾ. ഓ, ഈ സാധനം ഞാൻ വാങ്ങിച്ചിട്ട് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. എത്ര കൊല്ലായി, ഒരു 4-5 കൊല്ലായി, ഒരു കുഴപ്പമില്ല സാധനം. അതേപോലെ ഇതിന്റെ വലുത് ഈ സാധനം. ബാഗിൽ എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറി വരുന്നുണ്ട്. ഒരു ലെൻസും ഒരു ക്യാമറയും വെക്കാൻ പറ്റുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ക്യാമറ 2 ലെൻസ് വെക്കാൻ പറ്റുന്നത്. പിന്നെ ബാക്ക് പാക്കിലേക്ക് പോകുമ്പോൾ അതിലൊരു 3-4 ലെൻസ് വെക്കാൻ പറ്റും. ഒരു ബോഡി അല്ല 2 ബോഡി അങ്ങനെ വെക്കാം. പിന്നെ കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ വലിയ ബാക്ക് പാക്ക്, അതിലാകുമ്പോൾ വലിയ ടെലി ലെൻസ് എല്ലാം വെക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ക്യാമറ. പിന്നെ നെക്സ്റ്റ് ലെവലിൽ പോകുമ്പോൾ പിന്നെ ട്രോളികൾ വരുന്നുണ്ട്. ഇതേപോലെ ട്രോളികൾ ബാഗായിട്ട് തൂക്കാൻ പറ്റും, പക്ഷേ ട്രോളി ആയിട്ട് കൊണ്ടുപോകാം. കുറച്ചും കൂടി ഈ പിന്നെ സേഫ്റ്റിയാണ് ഈ ട്രോളിയിൽ കൊണ്ടുപോകുന്നതും ക്യാരി ചെയ്യുന്നത്. ഇതൊക്കെ പ്രൊവിഷനും വാൻഗാർഡും എല്ലാത്തിനും വരുന്നുണ്ടല്ലേ? പിന്നെ ഉള്ളത് മാൻഫ്രോണ്ടോ, ലോപ്രോ, അങ്ങനെ കുറച്ച് ഇതൊന്ന് തുറന്ന് കാണിച്ചേ, എന്താ അതിന്റെ അവസ്ഥ? ഇതിങ്ങനെ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് വെക്കാൻ പറ്റും. 1 2 3 4 5 6 7 8 ടെലി ലെൻസ്. ഇതെങ്ങനെ അലൈൻമെന്റ് മാറ്റി മാറ്റി വെക്കാൻ പറ്റും. പിന്നെ ഇതിൽ ലാപ്ടോപ്പ് വെക്കാൻ പറ്റും. ട്രൈപോഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു സൈഡിൽ ഒരു ഹോൾഡർ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇത് ബാക്ക് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. ഇതിൽ ബാക്ക് പാക്ക് ആയിട്ട് ഇപ്പോൾ എമർജൻസി നിങ്ങൾക്ക് ബാക്ക് പാക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇതിലൊരു ഷോൾഡർ ഉണ്ടാവും, ഹോൾഡർ. ഇത് വെച്ചിട്ട് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതൽ സമയവും ബാക്ക് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല. പിന്നെ ട്രൈപോഡ് വെക്കുന്ന ഒരു ഹോൾഡർ ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ വേറെ ഏതൊക്കെ മോഡലാ? പിന്നെ ഇതൊരു കോമ്പാക്ട് ബാഗ് ആയത് മാൻഫ്രോട്ടോന്റെ. ഇത് മറ്റേ ഏകദേശം പീക്ക് ഡിസൈൻ്റെ ആ സെയിം ഡിസൈന്. ഇതിലും അലൈൻമെന്റ് ചേഞ്ച് ആക്കിയിട്ട് വെക്കാൻ പറ്റും. എല്ലാത്തിലും ഈ ബ്രാൻഡ് ബാഗിൽ എന്താ വെച്ചാൽ മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ കുറച്ച് ഫംഗസ് പ്രൂഫ് ആയിരിക്കും. വെതർ അതെല്ലാം കൺട്രോൾ ചെയ്യും. പിന്നെ നമുക്ക് ഫംഗസ് ഒന്നും അതിനകത്തോട്ട് ലെൻസിനകത്തോട്ട് രീതിയിൽ സേഫ്റ്റിയാണ്, സ്ലീക്കാണ്. അധികം എല്ലാവരും ചെറിയ ബിഗിനേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ളത്, കൊണ്ട് നടക്കാൻ ഈസി ആൻഡ് ക്യാരി. പിന്നെ വാൻഗാർഡിന്റെ ആ ഒരു സൈസിൽ ഇത് മാൻഫ്രോട്ടോന്റെ ബ്രാൻഡ്, ഇത് വാൻഗാർഡിന്റെ ബ്രാൻഡ്. പിന്നെ അതേപോലെ തന്നെ ലോപ്രോന്റെ ബ്രാൻഡ്. അല്ലെന്ന് വെച്ചാൽ കോമ്പാക്ട് ക്യാമറയാണ് ബാഗ്. ഇത് കണ്ടോ, ഇതിലെന്ന് വെച്ചാൽ നല്ല ഡിസൈൻ ആയിരിക്കും. ക്വാളിറ്റി ഉണ്ടാവും, യൂസർ ഫ്രണ്ട്ലി ആണ്, ബ്രാൻഡും ഉണ്ടാവും നല്ല. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രോളിയിൽ കുറേ ടൈപ്പ് ട്രോളി ഉണ്ട്. ഇതൊക്കെ ട്രോളിയാണ്. ഈ മോഡല് വ്യത്യസ്തമായ മോഡലുകളിൽ ഇതിൽ തന്നെ 4 വീല് വരുന്നുണ്ട്, 2 വീല് വരുന്നുണ്ട്. ഇതുണ്ടോ, ഇത് 4 വീല് ട്രോളി. ഇതൊക്കെ 2 വീല് ട്രോളി. ഇതിൽ 2 വീല് ഉണ്ടാകുക, ഇതിൽ 4 വീല് ഉണ്ടാവും. അങ്ങനത്തെ ഉണ്ട്. അപ്പോൾ അതിൽ കുറെ വ്യത്യസ്തമായി. പിന്നെ ഇത് നമ്മളെ പൈലറ്റ് ബാഗില്ലേ, പൈലറ്റ് യൂസ് ചെയ്യുന്ന ബാഗില്ലേ, അതേപോലത്തെ ബാഗ് ഇത്. ഇത് നമ്മളെ ഹാൻഡ് ലഗേജിൽ കൊണ്ടുപോകാൻ ഈസിയാ. അതുകൊണ്ടാണ് കുറെ കസ്റ്റമർ ഇത് ഇങ്ങനെ വെക്കാം. ഇതിൽ ഇതാണ് അതിന്റെ അലൈൻമെന്റ് വരിക ഈ ബാഗിന്റെ. ഇത്രയും വില കൂടിയ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത്രയും നല്ല ബാഗ് യൂസ് ചെയ്യുന്നത് നല്ലത്. ഇപ്പൊ കാരണം ഒരു ലെൻസ് തന്നെ ഈ സോണിന്റെ ഓരോ ലെൻസ് 4000-5000 ദിർഹംസില്ലേ. പിന്നെ ഈ ടൈപ്പിന് എന്താ പറയാ, ഈ സൂട്ട് കേസ് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ നല്ല കട്ടിയുള്ള സാധനം ഇതാ. ഇത് PVC പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലോട്ട് നമ്മൾ എന്തെങ്കിലും പ്രഷർ വന്നു കഴിഞ്ഞാൽ ക്യാമറ ഒന്നും ആവില്ല. പിന്നെ ഇത് ഫംഗസ് പ്രൂഫ് ആണ്. നമ്മുടെ നാട്ടിലുള്ള മോയ്സ്ചറൈസിങ് അങ്ങനത്തെ ഇതില്ലേ, ഇതാ ഇതിൻ്റെ ഉള്ളിലൊരു ബാഗ് ഉണ്ടാവും. അതിൽ നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അലൈൻമെന്റ് എല്ലാം മാറ്റാം നമുക്ക് എങ്ങനെ വണ്ടികളും. ഇത് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ, പിന്നെ അതിന്റെ മേലെ ഈ സാധനം. ഇതിൽ ഡ്രോണും കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഡ്രോൺ ഇല്ലേ, ഡ്രോണ്, 2 ക്യാമറ, ഒരു കുറെ ലെൻസ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ലഗേജിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒരു പ്രശ്നം വരില്ല. കാരണം ഇതിന്റെ നെക്സ്റ്റ് ലെവലായിരുന്നു ഇത്. ഇതും വാൻഗാർഡിന്റെ തന്നെ. ഇതിൽ നമ്മൾ ചെയ്യണം, ലെൻസ് വെക്കാനുള്ള ഏരിയ നമ്മൾ കട്ട് ചെയ്യണം. അത് ശരി, വേണ്ടിട്ടാണ് ഇത് ബാഗ്. നമ്മൾ ഇതിൽ ഇത് കണ്ട, ഇതിന്റെ ഈ ഒരു ഇത് കണ്ട, ഇത് നോക്കിയേ, ഇത് കണ്ട, ഇതിങ്ങനെ എടുക്കല, നമുക്ക് എവിടെ വേണ്ടിക്കലും വെക്കാം. ഇതിൽ കുറച്ച് ഇത് പുള്ളി ചെയ്തിട്ട് അതിന് കണക്കായിട്ട് നമുക്ക് ആവശ്യം ഇല്ലെങ്കിൽ തിരിച്ചതിലേക്ക് പുള്ളി ചെയ്ത് കയറ്റി കൊടുക്കാം. അതാണ് ഇതിന്റെ പ്രത്യേകത. കണ്ടോ,
ഇതിന് എത്ര പ്രൈസ്? ഇതാ ഇതിന് 750. 750. വാൻഗാർഡിൻ്റെ തന്നെ അടുത്ത് നോക്കിയാൽ വലിയ അടിപൊളി, അതായത് എനിക്കൊണ്ട് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനം തോന്നുന്നു അല്ലേ എംസി? നല്ല വെതർ പ്രൂഫ് സാധനമാണ്. നമ്മളൊരു മരുഭൂമിയിലെല്ലാം പെട്ട് കഴിഞ്ഞാൽ പൊടിക്കാറ്റെല്ലാം അടിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ എല്ലാം പൊടി കയറില്ല. അതുപോലെ തന്നെ ഫോറസ്റ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതെ, ഇത് ഇതുപോലെ തന്നെ. ഇത് നമ്മൾ ഇതിന്ന് ഓരോ ബബിൾസ് നമ്മൾ എടുത്ത് മാറ്റി ക്യാമറ നനയാൻ പാടില്ല. നമുക്ക് അടിച്ചിട്ട് പറ്റും ലെൻസ് വെക്കാനുള്ള. ഈ വീഡിയോ ഇങ്ങനെ അടുപ്പിച്ചെടുത്താൽ നമുക്ക് ഡിസൈൻ നമുക്ക് അനുസരിച്ച് കട്ട് ചെയ്ത് ഓരോ സാധനം എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് വെക്കാൻ പറ്റും. ഓക്കെ. ഇതിന് എത്ര പ്രൈസ്? വാൻഗാർഡ് JAE ഇതിന് 950 വരും. 950 അല്ലേ? ഓക്കെ. അപ്പം ഒരുവിധം ടൈപ്പുകൾ ബാഗുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വരുന്ന ബാഗാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈറ്റിന്റെ ബാഗല്ലേ? ഇത് നമ്മളെ ബാക്ക് ഡ്രോപ്പ് സ്റ്റാൻഡ്, ലൈറ്റ് സ്റ്റാൻഡ്, ലൈറ്റ്, അങ്ങനെയുള്ള ക്യാമറന്റെ ആക്സസറീസുകളില്ലേ അത് യൂസ് ചെയ്യുന്നത്. വലിയ വലിയ ലൈറ്റ് സ്റ്റാൻഡും അതൊക്കെ ഇട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ബാഗാണ്. ഓക്കെ. അതിന്റെ കുഞ്ഞനിയൻ. ഓക്കെ. ഇത് രണ്ടാളാ. ഇതിന്റെ മിഡിൽ ഒരു ബാഗ് ഉണ്ട്. സാധനം സ്റ്റോക്ക് ഔട്ടാണ്. മനസ്സിലായോ? ഇതിൽ നമുക്ക് ചെറിയ സ്റ്റാൻഡില്ല, ലൈറ്റ് സ്റ്റാൻഡ്, ചെറിയ ലൈറ്റ്, പിന്നെ ഈ എക്യുപ്മെന്റ്സ് വെക്കുന്നത്, അതിൽ കുറെ വയറ്, കേബിള്, അപ്പോൾ കുറച്ചും കൂടി കംഫോർട്ടായിട്ട് എടുത്തിട്ട് കൊണ്ടു നടക്കാം. പ്രൊട്ടക്ഷൻ എല്ലാം പ്രൊട്ടക്ഷൻ. പക്ഷേ ഗോഡക്സ് ആ സിബിന്റെ ഒക്കെ ക്വാളിറ്റി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ആ സെയിം നല്ല സ്മൂത്ത്. ഇതിലിപ്പോൾ 2-3 ബ്രാൻഡ്, പക്ഷേ ഗോഡക്സ് ആണ് കുറച്ചും കൂടി നല്ലത്. ന്യൂ ഇയറിന്റെ വരുന്നുണ്ട്, 2-3 ബ്രാൻഡ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇത് നമ്മൾ കാണിച്ചാ പ്രൊവിഷൻ ട്രോളി നമ്മളവിടെ പറഞ്ഞല്ലോ. അതൊന്നും പറഞ്ഞല്ലേ? വാൻഗാർഡൊന്നും കാണിച്ചില്ല. വാൻഗാർഡിൽ തുറന്ന കിഡിലായിരിക്കും. അവിടെ തുറന്നാൽ മതി. 4-wheeler 2-wheeler ഉണ്ട്. ഈ സാധനം വാൻഗാർഡിന്റെ മോനെ, ഏതാ സാധനം? ഓട്ടോമാറ്റിക് നമുക്കൊരു ഫീല് വരും. ഫോട്ടോഗ്രാഫർ പ്രൊഫഷണൽ ആണെന്ന്. അതെ, പ്രൊഫഷണൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ പ്രൊഫഷണലായി മാറില്ല ഇങ്ങനെയുള്ള യൂസ് ചെയ്യുമ്പോൾ. അതിന്റെ കണ്ട പ്രീമിയം ലെൻസ് എല്ലാം വെക്കാൻ, പിന്നെ ചെറിയ പോർട്രേറ്റ് ലെൻസ് വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ 70-200 വലിയ വലിയ ലെൻസ് വെക്കാം. ഇത് അലൈൻമെന്റ് എല്ലാം മാറ്റാം. ഇതിൽ തന്നെ ലാപ്ടോപ്പ് വെക്കാം, ലൈറ്റ് സ്റ്റാൻഡ് വെക്കാം. ഇതിന്റെ സൈഡിൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, മെമ്മറി കാർഡിന് സെപ്പറേറ്റ്. കാരണം അതിൽ മെയിൻ ബാറ്ററി വെക്കാം. പിന്നെ ഇവിടെ ടാബ്, ഐപാഡ് ഇങ്ങനത്തെ ഒക്കെ വെക്കാൻ പറ്റും. പിന്നെ റെയിൻ പ്രൂഫ് കവർ ഉണ്ടാവും ഇതിനുള്ളിൽ. ഇവിടെ ലാപ്ടോപ്പ് കവർ ഉണ്ട് ഉള്ളില്. പിന്നെ ഇവിടെ ഒരു റെയിൻ പ്രൂഫ് കവർ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കണ്ട. ഇത് അതിന്റെ റെയിൻ കവറാണ്, റെയിൻകോട്ട്. റെയിൻകോട്ട് ഫുൾ ആയിട്ട് കവർ ചെയ്ത് വെക്കാം. അതെ, അതൊക്കെ ഇത്ര കാലമായിട്ട് ഇന്ത്യൻ്റെ യൂസ് ചെയ്തിട്ട് പോലില്ല. പോകേണ്ട എവിടെയെങ്കിലും. പിന്നെ ഇത് ഈ പൊസിഷൻ എന്തിനാ അറിയാം? പറയൂ, ഏതാ ഇതെന്തിനാ മനസ്സിലായോ? ഇതിനുള്ളിൽ സാധനം വരാൻ. അത് ട്രൈപോണിന്റെ. ഇത് ഇവിടെ ട്രൈപോണിന്റെ ലെഗ് ഇവിടെ ഹോൾഡ് ചെയ്യും. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടി ട്രൈപോഡ് ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ആക്കി പിടിക്കും. എന്നിട്ട് ഇവിടെ ഒരു ഹോൾഡർ ഉണ്ടാവും. ഇവിടുന്ന് ഒരു സ്ട്രാപ്പും കൂടി ഉണ്ട്. ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ലോക്ക് ചെയ്യலாம். ഓക്കെ. ഇതിട്ട് വെയിറ്റ് അങ്ങനെ അറിയൂലടാ. അങ്ങനത്തെ അത്രയും കംഫോർട്ടായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. ഇതേതാ മോഡൽ? ഇത് മാൻഫ്രോട്ടോന്റെ ഒരു നല്ല കോമ്പാക്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബാഗ്. ഇത് നോർമൽ ഷോൾഡർ ബാഗ് പോലെ നല്ല രസമുള്ള ഒരു ബാഗാണ്. കോമ്പാക്റ്റ് ആണ്. ബിഗിനേഴ്സ്, അധികം വലിയ പ്രൊഫഷണൽ അല്ലാത്ത കസ്റ്റമർ ഉണ്ടാവില്ലേ, അവർക്ക് ഇത് ഓക്കെയാണ്. പിന്നെ നമ്മൾ പ്രൊഫഷണൽസ് ഈ ട്രാവൽ ചെയ്യൂലേ, ആ സമയത്ത് ഇങ്ങനത്തെ ബാഗേ കൊണ്ടു നടക്കും. ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ അല്ലേ? പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ബാഗാണ്. നല്ല ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇതിന് എത്ര പ്രൈസ്? സ്ലീക്ക് ആയിട്ടുള്ള ബാഗായിരുന്നു. ഇതിന് ഉണ്ട് 325 dirhams വരും. 325. ഈ ബ്രാൻഡിലായതാണ്, ഈ മാൻഫ്രോട്ടോന്റെ ബ്രാൻഡിലായതാണ്. സെയിം സാധനം തന്നെ വാൻഗാർഡിൽ കുറവാണ്, 150 dirhams വരും. പിന്നെ വേറെ 2-3 ബ്രാൻഡ് ലോപ്രോ ഉണ്ട്, അതിൽ 175 dirhams വരും. അങ്ങനെ ഓരോന്നോരോ. അപ്പോൾ നല്ല ക്വാളിറ്റി എടുക്കണമെങ്കിൽ അത്യാവശ്യം പൈസ നമ്മൾ കൊടുക്കണം. നല്ല ക്വാളിറ്റി പോലെയാണ്. പിന്നെ വാൻഗാർഡിന്റെ ഈ മോഡലെല്ലാം നല്ല യൂസ് ചെയ്തിട്ടില്ല. ഈ സാധനം അടിപൊളിയാണ്. ഇപ്പോൾ 2-3 ബാഗാ, 3 എത്രയായി? ഇതിനെത്ര റേറ്റ് ഉള്ളൂ? 295 dirhams. അതൊക്കെ നിൽക്കും, അതേപോലെ നിൽക്കും. ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ഒരു രഹസ്യമായിട്ടുള്ളത് അറിയണ്ടേ, മൊബൈലെല്ലാം എത്ര കാലമായിട്ട് ഉപയോഗിച്ചില്ല. ഉപയോഗിക്കില്ല. പിന്നെ വരുന്നത് ഒരു നല്ല ബാഗ്. ഇത് നല്ല കുറച്ചൊരു ഡ്യൂറബിലിറ്റി ഉള്ള ഒരു ബാഗ്. നല്ലൊരു ബോക്സ് ടൈപ്പ്, ബോക്സ് പോലത്തെ ബാഗാണ്. ഓപ്പൺ ചെയ്താൽ ഇതിങ്ങനെ സൈഡ്, ഇവിടെ സൈഡ് ഓപ്പൺ, ക്വിക്ക് റിലീസിങ്. ക്വിക്ക് റിലീസ്. പിന്നെ ഇവിടെ ഒരു റിലീസിങ്.
ഇത് വേറൊരു ക്വിക്ക് ഇത് റിലീസ്. ലെൻസ് ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അല്ല ചാർജർ ഇങ്ങനത്തെ ആക്സസറീസ് ഇതെന്താ സംഭവം? ആ ഇത് തമ്മിൽ സെപ്പറേറ്റ് ബാഗ്. അറ്റാച്ച് ചെയ്ത സാധനം. ഇതിൻ്റെ ഉള്ളിൽ ട്രൈപോഡ് ബാഗ് ഒക്കെ കൂടി ഒരു ബാഗ്. പിന്നെ ഇവിടെ ലാപ്ടോപ്പിന്റെ അവിടെ ഇതിന്റെ ഇടയിൽ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് വെക്കാൻ പറ്റും. ഇവിടെ ഇത് ആക്സസ് ചെയ്യാം, പുറത്തുനിന്ന് ആക്സസ് ചെയ്യാം, ഫ്രണ്ട് രണ്ടിലും. ഇതിന്റെ ബാക്കിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് ഇതിന്റെ ഓപ്പണിംഗ് ബാക്കാ, ഫുൾ ഓപ്പണിംഗ് ഉണ്ടായിരുന്നല്ലേ. ഓ ആ ബാഗ് നോക്കിയാട്ടെ, ലാപ്ടോപ്പ് ബാഗ്. ഇവിടെ ലാപ്ടോപ്പ് വെക്കാം. ഇതിൽ നമുക്ക് മെമ്മറി, ഐപാഡ് വെക്കാം, ആക്സസറീസ് വെക്കാം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാം, ഈ ബാഗ് ഇട്ടിട്ട് നീ ഇട്ടില്ലേ, ഇതോട് ഷോൾഡർ അതിന് പോവില്ല. പോകുമ്പോൾ ഇത് എപ്പോൾ ബാഗ് ഇവിടെ ഹോൾഡ് ചെയ്യും. നമ്മൾ റണ്ണിങ് ചെയ്യുന്ന സമയത്തില്ലേ, ഇവിടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് അറിയില്ല. നടക്കുന്ന സമയത്ത് കറക്റ്റാണ്, അറിയും ചെയ്യില്ല. റണ്ണിങ് ടൈമിൽ അവിടെ പിടിക്കും വേണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഷേക്ക് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് ഈ പറഞ്ഞ സാധനം. ഇത് വിട്ടിട്ട് സെറ്റ് ചാടാൻ ഇത് ഇവിടെ നമുക്കൊരു ക്വിക്ക് ആക്സസ്, നമ്മളെ കീ, മൊബൈൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാം. ഇതിലൊരു ബാഗ്, ഇവിടെ സൈഡിലൊരു പോക്കറ്റ്, രണ്ട് സൈഡിൽ പോക്കറ്റ് ഉണ്ടാവും. പ്രൈസ് എത്ര? 950. 950 അല്ലേ? നമ്മൾ ഇതിന്റെ പ്രൈസ് 950 അല്ലേ? അല്ല 750. 750 ഓക്കെ. 750. പിന്നെ ഒരു സാധനം, സ്പെഷ്യൽ സാധനം, ഇത് ലേഡി കിട്ടൂല, ഡിജെ മാത്രം കിട്ടുന്ന ഒരു സാധനം. ഡിജെന്റെ അല്ലേ? ഒറിജിനൽ സാധനം, ഒറിജിനൽ ഡിജെന്റെ ബാഗ്. മോനെ, ഡിജെന്റെ എല്ലാ ഡ്രോണിന്റെ ബാഗ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം. ഇതെത്ര? ഇതിനാ ഇത് 175. 175 കൊള്ളാലോ, നല്ല ബാഗാണോ? ഡിജെന്റെ ഒറിജിനൽ ബാഗ് ഇത്. അപ്പം ഇത്രയാണ് നമ്മളെ ക്യാമറ ബാഗിന്റെ സാധനങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ ഇവിടെ വെക്കാൻ സ്ഥലമില്ല. ഏത് മോഡൽ വേണമെങ്കിലും പിന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മളിവിടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കും. എല്ലാ ബ്രാൻഡും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെ, തിങ്ക് ടാങ്കിന്റെ ഉണ്ട്, പിന്നെ വേറെ 2-3 പ്രൊവിഷ്യന്റെ ബാഗ് ഉണ്ട്. ചെറിയ ലോ ബഡ്ജറ്റിലും ഉണ്ട്, ഹൈ ബഡ്ജറ്റിലും ഉണ്ട്. ഇല്ലാത്തത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്ര കാലം ഞാൻ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും ക്യാമറ വേറെ ആക്സസറീസ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.